നബി മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയെ കുറിച്ച് പറയുന്നത് പോലെ മഹാന്മാര് ജീവിച്ചിരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. യമനിലുള്ള ഹദറമൗത്ത് എന്നൊരു സ്ഥലം, വല്ലാത്ത ബഹുമാനമുള്ള സാദാത്യങ്ങൾ, നമ്മുടെ കേരളത്തിൽ കാണുന്ന ബാഫക്കി സാദാത്യങ്ങൾ, ശിഹാബുദ്ദീൻ സാദാത്യങ്ങൾ അഥവാ പാണക്കാട് കുടുംബം, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരുപാട് സാദാത്യങ്ങൾ അവരൊക്കെ കേന്ദ്രീകരിച്ച് താമസിച്ചിരുന്ന സ്ഥലമാണ് ഈ ഹദറമൗത്ത് യമനിലുള്ള. അങ്ങനെ ചില ചില സ്ഥലങ്ങളുണ്ട്. അതിൽപ്പെട്ട ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മഹാന്മാര് താമസിച്ച പ്രദേശമാണ് നമ്മുടെ ഈ പൊന്നാനി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പൊന്നാനിയിൽ മറവിട്ട് കിടക്കുന്ന മഹാന്മാരുടെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ രാജ്യത്തിന് കാവലാകുമാറാവട്ടെ. പുതിയ തലമുറയിലെ ചെറുപ്പക്കാരനെ ആക്ഷേപിക്കാന്റെ മോനെ, നിനക്കല്ലാഹു തആല ജനിക്കാൻ ഭാഗ്യം നൽകിയത് സുബഹി സമയത്ത് വാങ്കങ്ങോട്ട് കൊടുത്താൽ സുബ്ഹാനല്ലാഹ് ഒരു ഡസനിലധികം പള്ളിയിൽ നിന്നുള്ള വാങ്ക് വിളി കേൾക്കുന്ന സ്ഥലമാണിത്. ഓരോ വീട്ടിലേക്കും, ഒരു വീട്ടിലേക്ക് എത്ര പള്ളി കേൾക്കും വാങ്ങും? 20-25 പള്ളിയിൽ നിന്ന് ഓരോ വീട്ടിലേക്കും ഹയ്യാൽ സ്വലാഹ് ഹയ്യാൽ ഫലാഹ് എന്ന് കേട്ടുകൊണ്ടിരിക്കാൻ ഭാഗ്യം ലഭിച്ച നാട്ടുകാരാണ് നിങ്ങൾ. ഞാൻ എന്റെ പ്രിയപ്പെട്ട 40 വയസ്സ് അതിന് മുകളിലുള്ള ഇന്നത്തെ പിതാക്കളോട് ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ 25 വയസ്സ് 20 വയസ്സുകാരായ കുട്ടികൾ അവർ വഴിതെറ്റിപ്പോയപ്പോൾ അവരെ നമ്മൾ ആക്ഷേപിക്കുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് ഒന്ന് ചിന്തിക്കൂ. 40 വയസ്സായ ഉപ്പമാരെ, നിങ്ങളെ ഇപ്പോഴത്തെ 15 വയസ്സായ മക്കൾക്ക് പ്രായപൂർത്തിയായില്ലേ? ആ 10 വയസ്സായിരിക്കുന്ന കുട്ടി മുതൽക്ക് 15 വയസ്സിനിടയ്ക്ക് പ്രായമുള്ളപ്പോൾ വാപ്പ സുബഹിക്ക് എഴുന്നേറ്റു, മോനെ വിളിച്ചുണർത്തി, എന്നിട്ട് മകന്റെ കയ്യും പിടിച്ചിട്ട് എത്ര വാപ്പാര് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്നുണ്ട്? ഇശാ നിസ്കരിക്കാൻ എത്ര വാപ്പാര് കുട്ടിയുടെ കയ്യും പിടിച്ച് പള്ളിയിൽ വരുന്നുണ്ട്? കുട്ടിയുടെ കയ്യും പിടിച്ച് പള്ളിയിൽ മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ട് ഇശാ വരെ പള്ളിയിൽ നിന്ന് ഖുർആൻ ഓതിയിട്ടൊരു ഹദ്ദാദും ചൊല്ലിയിട്ട് പോകുന്ന എത്ര വാപ്പമാരുണ്ട്? അപ്പൊ 40 വയസ്സായിരിക്കുന്ന പിതാക്കളെ 10-15 വയസ്സായ കുട്ടികൾക്ക് മുന്നിൽ നടന്ന് മാതൃക കാണിച്ചു കൊടുക്കേണ്ടിടത്ത് നമുക്ക് പറ്റിയിരിക്കുന്ന വീഴ്ചയെക്കുറിച്ച്, നമുക്ക് പറ്റിയിരിക്കുന്ന പാകപ്പിഴവിനെ കുറിച്ച് നമ്മൾ ഒരു മിനിറ്റ് സ്വന്തം ഒന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കണം. ഉമ്മയുടെ ഗർഭാശയം കഴിഞ്ഞുപോയി, അവിടെ എല്ലാം അള്ളാഹുവിന്റെ വകയായിട്ടാണ് കിട്ടുന്നത്. ഇനി ഒരു ഗർഭാശയം വരുന്നുണ്ട്, അത് 6 അടി മണ്ണാകുന്ന കബറാണ് കേട്ടോ. കബറാകുന്ന ഗർഭാശയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ട് ആളുകളൊക്കെ പിരിഞ്ഞു. തമുറു അകാരിബി ജനബാത്തി കബരി കന്ന അകാരിബി ലം യഅരിഫൂനി ലവൽ മീറാത്തി യഖ്തസിമൂന മാലി. 6 അടി മണ്ണാകുന്ന കബറിൽ നമ്മൾ കിടക്കുമ്പോൾ അടുത്തടുത്തടുത്ത് കബറുണ്ട്. ഒരു കബറിന്റെ സ്ഥിതി മറ്റൊരാൾക്ക് അറിയാൻ പാടില്ലാത്ത ലോകത്ത് കിടക്കുമ്പോൾ ഉമ്മയുടെ ഗർഭാശയം പോലെ അവിടെ ഒന്നും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടൂല. അള്ളാന്റെ വകയായിട്ട് കിട്ടുന്ന സ്ഥലമല്ല കബർ. കബറാകുന്ന ലോകത്തേക്ക് നമുക്ക് വല്ലതും വേണോ? ഭൂമിയിലെ ജീവിതകാലത്ത് കൊണ്ടുപോയതേ അവിടെ ഉണ്ടാകൂ. ഇവിടെ നിന്ന് സമ്പാദിച്ചത് ആസ്വദിക്കുക, അല്ലെങ്കിൽ അനുഭവിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ 40കാരോട്, മക്കളെ, ഇന്നത്തെ 40 വയസ്സായ ഞാൻ എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയട്ടെ, നമ്മുടെ മക്കളാണ് ഇവിടെ കാണുന്ന LKG-യിലും UKG-യിലും SSLC-യിലും +2 വരെ പഠിക്കുന്ന കുട്ടികൾ നമ്മുടേതാണ്. നമ്മുടെ വാപ്പമാര് അൽഹംദുലില്ലാഹ് 40-50 ഒക്കെ വയസ്സായ നമ്മളെ വാപ്പാര്, ഇന്നത്തെ 60കാരും 70കാരും 80കാരും, അവര് നമുക്ക് മാതൃക കാണിച്ചു തന്നതുകൊണ്ടാണ് കുറച്ചെങ്കിലും നമ്മൾ ഇസ്ലാം ഉണ്ടായി. നമ്മളത് കാത്തു സൂക്ഷിച്ചു. നമ്മളെ വല്യപ്പമാര്, അവരെ വല്യപ്പമാര് അവരൊക്കെ നല്ല നടപ്പ് ശീലിച്ചു. നമ്മുടെ കാലഘട്ടം വന്നപ്പോൾ കുട്ടികൾക്ക് കാര്യം പഠിപ്പിക്കുന്നിടത്ത് നമ്മൾക്ക് പാകപ്പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ സിറാത്തുൽ മുസ്തഖീമാകുന്ന പാത അവരെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. വിശ്വാസം പഴച്ചു പോകുന്ന ധാരാളം സന്ദർഭങ്ങളുണ്ട്, കർമ്മങ്ങൾ പഴച്ചു പോകുന്ന ധാരാളം അവസരങ്ങളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട പിതാക്കളെ, ഉമ്മമാരെ, മക്കളെ ചീത്ത പറഞ്ഞതുകൊണ്ടായില്ല. ഇനിയിപ്പോ ചീത്ത പറയാനും അടിക്കാനൊന്നും പറ്റില്ല. പത്രത്തിൽ കണ്ടില്ല, പുതിയ നിയമം വരാൻ പോവാണ്. എന്താ നിയമം വരാൻ? വാപ്പ
വാപ്പയോ ഉമ്മയോ മക്കളെ അടിച്ചാൽ അവർ നേരെ ഇറങ്ങിയിട്ട് പോവാണ്. എവിടേക്ക്? പോലീസ് സ്റ്റേഷനിലേക്ക്. പിന്നെ പോലീസ് വരും. പോലീസ് വന്നിട്ട് വാപ്പാനോട് ചോദ്യം ചെയ്യാം. ഹാറൂൺ റഷീദ് റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഹാറൂൺ റഷീദ് റളിയല്ലാഹുവിന് ഭരണം നടത്തുന്ന കാലത്ത് ഒരു ചെറുപ്പക്കാരനായ കുട്ടി കോടതിയിൽ വന്നു. ഒരു പ്രായമുള്ള പിതാവ് കോടതിയിൽ വന്നു. എന്താണ് അയാൾക്ക് കേസ്? അയാളെ കേസ് പിതാവാണ് കോടതിയിൽ വന്നത്. എന്താണ്? അയാളെ മുഖത്താകെ രക്തം, അയാളെ ഷർട്ടിലാകെ രക്തം, രക്തത്തിൽ കുറിച്ച് അയാൾ കോടതിയിൽ വന്നു. കോടതി ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പറയാൻ ലജ്ജയുണ്ട്, എന്റെ മകൻ എന്നെ അടിച്ചതാണ്. ഞങ്ങളുണ്ടല്ലോ ചെറിയ കുട്ടികളില്ലേ? എന്നാൾ ഇയാൾ വന്ന കല്ലന്മാരെ കൊടുത്തിട്ട് പിന്നെയും നല്ലൊരു ചേക്കുവാണ്. അപ്പൊ അതെന്തെയ്യുന്നു? ഇതുകൊണ്ട് വരെ കാര്യമില്ലാതെ മരം തച്ചിട്ടില്ല. മക്കളെല്ലാരും കൂടിങ്ങാണ്ട് ബാപ്പാനെ അടിച്ചു. 3 ആൾ കൂടി ബാപ്പാടെ കൊലയുമ്പോൾ വീണപ്പം മക്കളാണ് ഇവിടെ കടത്തണ്ട, നമുക്കാണ് മിറ്റത്തേക്ക് കൊണ്ടുപോകാം. മിറ്റത്ത് കൊണ്ടായപ്പോ ഒരു കുട്ടി പറഞ്ഞു, ഇവിടെ ഉണ്ടാ നമുക്കാണ് പറമ്പക്ക് കൊണ്ടുപോകുക. പറമ്പക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവരിന് എടുത്തപ്പം ബാപ്പ പറഞ്ഞു, മക്കളെ ഇവിടെ ഇട്ടളി, ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുപോകണ്ട. എന്താ ഇവിടുന്ന് ആൾ കൊണ്ടുപോയാലും? അതെ, എന്റെ ബാപ്പാനെ ഞാൻ ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ളൂ, ഇനി നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ നമ്മളെ തറവാട്ടിലെങ്കിൽ പുതിയ വിദ്യാർത്ഥി ഉണ്ടാക്കണ്ടെന്ന് കൊടുക്കണം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മൾ നല്ലപോലെ ആലോചിക്കണം. ഹാറൂൺ റഷീദ് റളിയല്ലാഹുവിന്റെ കോർട്ടിൽ കേസ് വന്നു. വാപ്പ രക്തത്തിൽ കുളിച്ചിട്ട് വാപ്പാനോട് ചോദിച്ചു, എന്താ കേസ്? മകൻ അടിച്ചതാണ്. മകനോട് ചോദിച്ചു. മകനെ കോടതി വരുത്തി. മകനോട് ചോദിച്ചു, നീ എന്താണ് വാപ്പാനെ ചെയ്തത്? വാപ്പാനെ അടിച്ചു. എന്താ കേസ്? അത് കോടതിയോട് മകൻ പറയാം, എനിക്ക് എന്റെ വാപ്പ ചെറുപ്പം മുതൽക്കേ പഠിപ്പിച്ചിരിക്കുന്ന ജോലി ഒട്ടകത്തെ മേക്കുന്ന ജോലിയാണ്. അപ്പൊ ഒട്ടകം എന്ന് പറഞ്ഞാൽ അതിനിങ്ങനെ വരിയായിട്ട് കൊണ്ടുപോകാൻ. ഒട്ടകങ്ങൾ ഇങ്ങനെ പാട്ടില്ല, ഒട്ടകങ്ങൾ വരിയായി മദ്രസകൾ കുട്ടി പാടിയിട്ട് പാട്ട് തീരണ്ടേ? വരിയായി പിന്നെയും വരിയായി. അപ്പൊ കുട്ടിനോട് ആരും ചോദിച്ചു, ഇതെന്തോ അതിന്റെ അപ്പുറത്തേക്ക് പാട്ടില്ലെന്ന് വെച്ചു. വരി തീരണ്ടേ? പിന്നെ അപ്പുറം ഓനെ കിട്ടായിട്ടാണുള്ള വിവരത്തിന്റെ അവിടെ. അപ്പോ ഇതിങ്ങനെ വരിയായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ. അപ്പോ ഈ ഒട്ടകങ്ങൾ ഇങ്ങനെ വരിയായിട്ട് പോകുമ്പോ ആണൊട്ടകം പെണ്ണൊട്ടകം ഇങ്ങനെ പോവാ. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, ഒട്ടകത്തെ വരിയായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ചിലപ്പോ ഒട്ടകങ്ങൾ വഴിതെറ്റാൻ കാരണം എന്താ? വഴിതെറ്റുന്നത് മുന്നിൽ നടക്കുന്ന പെണ്ണൊട്ടകത്തെ ആണൊട്ടകം വഴിതെറ്റും. അപ്പൊ സ്വാഭാവികമായും റൂട്ടിലിങ്ങനെ വരിയായിട്ട് പോകുമ്പോൾ ഒട്ടകം വഴിതെറ്റിയാൽ വാപ്പ പോയിട്ട് ആണൊട്ടകത്തിനെ ആയിരിക്കും. ഇതാണ് എന്നെ പഠിപ്പിച്ചത്. ഇപ്പൊ ഞാനാണ് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒട്ടകങ്ങളൊക്കെ മേച്ചിയൊക്കെ തീറ്റയൊക്കെ പോലെ വേറൊക്കെ നിറച്ച് അവരെ കൊണ്ടുവന്ന് കെട്ടി വീട്ടിലേക്ക് കയറി ചെന്ന് നോക്കുമ്പോൾ വീട്ടിൽ 2 ആണൊട്ടകവും പെണ്ണൊട്ടകവും ഉണ്ട്. ഒന്ന് ഉമ്മയും ഒന്ന് വാപ്പ. ഒരു 2 ആളും തമ്മിൽ കുഴപ്പത്തിലാണ്. കുഴപ്പം കണ്ടപ്പോൾ ആണും പെണ്ണും തമ്മിൽ കുഴപ്പമുണ്ടാക്കിയാൽ അപ്പൊ ആണൊട്ടകത്തിനെ അടിക്കാനാണ് വാപ്പ കാണിച്ചത്. ആ അടി ഇന്ന് വാപ്പാക്ക് കിട്ടിയതാണ്. ഹാറൂൺ റഷീദിന്റെ കോർട്ടിൽ. പടച്ചോനെ, അത് വാപ്പാക്ക് അടി കിട്ടിയിട്ട് മകനെ പറ്റി വാപ്പ കേസ് കൊടുത്ത കേസാണ്. ഇനി നമ്മുടെ നാട്ടിൽ വരാൻ പോണത് നേരെ തിരിച്ചാണ്. ഇങ്ങനെ വാപ്പാനെ പറ്റിയിട്ട് ആര് കേസിന് പോവുകയാണെങ്കിൽ ഉണ്ടാൻ പാടില്ല. ഈ ജനാധിപത്യത്തിൽ പുതിയ ആധുനിക സംവിധാനത്തിൽ പലതും വന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ പുതിയതിന് പുറകെ നമ്മൾ ഓടുന്നതിനിടയ്ക്ക് നമുക്ക് എന്ത് വേണം? നമ്മൾ നമ്മളെ കാര്യം ശ്രദ്ധിക്കണം. അപ്പൊ ചെറുപ്പക്കാർ കുട്ടികൾക്കൊക്കെ ഒരു അല്ലേ, മക്കളെ നമുക്ക് സ്വാതന്ത്ര്യം കൂടുകയാണ്. സ്വാതന്ത്ര്യം കൂടിയിട്ട് നമ്മൾ എന്താക്കേണ്ട? പറ്റങ്ങ് നഷ്ടപ്പെട്ടു പോകണം. ഇപ്പൊ സുബ്ഹാന ജല്ല ജലാലുഹു മറ്റേ ഫുട്ബോൾ കളി കഴിഞ്ഞു. എന്താ കളിന്റെ ഉഷാറ്! കളിങ്ങട്ട് കൂടിയിട്ട് യാ റബ്ബേ, കളിക്കേണ്ടി വരും. ചെറിയ പ്രായത്തിലൊന്നും കളിക്കണ്ട, ചെറിയൊരു കളിയൊക്കെ വേണം. ഒരു കളിയും ഒരു തമാശയും ഒരു രസവും ചിരിയൊന്നും ഇല്ലെങ്കിൽ പിന്നെന്താ ജീവിതം? അതൊക്കെ ഉണ്ടാകും സ്വാഭാവികമായിട്ട്. ഇത് കളിമ്മലങ്ങോട്ട് കൂടിയിട്ട് യാ അല്ലാ, ബ്രസീലിന്റെ ഒരു ബനിയന് 20,000 റുപ്യക്കായി. ബ്രസീലും പിന്നെ മാറുന്നില്ലല്ലോ. അതെ,
എനിക്ക് അർജന്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത്ര നോക്കി. അപ്പോ അതാ മോനും കൂടി അത് അർജന്റ്. അത് നമ്മൾ ചെറിയ കുട്ടിയൊക്കെ ഇതിങ്ങനെ കളിച്ചിട്ട് ബ്രസീൽ തോൽക്കാന്ന് കണ്ടപ്പോ ഒരു ചങ്ങായി എണീച്ചു പോയി. ആത്മഹത്യ ചെയ്ത് കണ്ട പിന്നെ കണ്ട അത്രയധികം കളിന്റെ ജ്വരം. അത് മലപ്പുറം ജില്ലയിൽ അങ്ങോട്ട് കളി കൂടിയിട്ട് അവസാനം നോക്കുമ്പോ പിന്നെ എന്തായി? പിന്നെ നോക്കുമ്പോ ബ്രസീലിനെ കാണാൻ അതിൽ മറ്റേ അർജന്റീനക്കാരെല്ലാം കൂടി കൂടിയിട്ട് വരെ കൂട്ടിയ അതിന്റെ പിറ്റേന്ന് നോക്കുമ്പോഴോ എനിക്ക് പേരറിഞ്ഞില്ല. പിന്നെ നോക്കുമ്പോ അർജന്റീന തോറ്റിയും വരെ തോറ്റു. പിന്നെ അർജന്റീനയും ബ്രസീലും തോറ്റതിന് ശേഷം പിന്നെ കളി ഉണ്ടായി. പിന്നെ നോക്കുമ്പോ പിന്നെ ഒരു 3-4 ദിവസത്തെ കളി എങ്ങനെയാ നിങ്ങൾ കുട്ടിയില്ലാതെ വെച്ചെടുക്കണമായി. അങ്ങനെ കുട്ടിയില്ലാതെ വെച്ചിടന്ന എന്തായാലും വട്ടം എന്ന മാതിരി പിന്നെ കളിനെ പറ്റി വർത്താനൊന്നുമില്ല. ഇപ്പൊ കഴിഞ്ഞല്ലേ? മലപ്പുറത്തെ മാപ്പിള മക്കളുടെ പണവും മലപ്പുറത്തെ മുസ്ലിം സഹോദരന്മാരുടെ പണവും സമയവും നല്ല പോലെ ഒരു മാസക്കാലം ഉപയോഗപ്പെടുത്താൻ എല്ലാ മീഡിയകളും എല്ലാ ചാനലുകാരും എല്ലാ ആളുകളും അതിനു വേണ്ടി വരും. എന്നിട്ടോ നമ്മളതിന് കുടുങ്ങിയില്ല. ഒരാവശ്യത്തിനൊരു കളിന്റെ ഒരു ഇതൊക്കെ ശരിയല്ലേ? എന്താ മക്കളെ ഇജ്ജല്ലാതെ ഞങ്ങൾ പൈസ കൊടുത്തുകൊണ്ട് പടക്കം വാങ്ങും. ഒരു പടക്കം വാങ്ങാൻ വേണ്ടി പൈസ ചെലവാക്കാൻ ദേശം തരിയിലൊന്നും ഇല്ലായിട്ടല്ലേ ഉള്ള ചെലവാക്കും. ഒരു ദേശം തലമരി വല്ലതും ഉണ്ടെങ്കിൽ പണ്ട് കണ്ണൂർ ജില്ലയിലുണ്ട് പുതിയാപ്പളർക്ക് ഭയങ്കര തക്കാറുണ്ടാക്കും. ഭയങ്കര സർക്കാരാണ് പുതിയാപ്പള എന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പൊ പുതിയാപ്പളം ഇങ്ങനെ തൽക്കാരുണ്ടാക്കിയപ്പോൾ ഒന്നോച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ടുവച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ പറഞ്ഞ പുതിയാപ്പളക്ക് എന്താ ഇല്ലാത്തത് നോക്കുക. അപ്പൊ മറ്റേ ചങ്ങായി തലച്ചോറാക്കി കൊടുക്കും. കണക്കായിരുന്നു ഇല്ലാത്തത് നോക്കാൻ പറഞ്ഞപ്പോഴേ തലച്ചോറാക്കി കൊടുക്കും. എന്ന മാതിരി ഞമ്മക്ക് കുറച്ച് തലച്ചോറിട്ട് എന്റെ ഭക്ഷണം പോകാം. ഈ പൈസയും കൊടുത്തിട്ട് പടക്കം വാങ്ങിയിട്ട് പൈസ ചെലവാക്കിയ ആൾക്കൊരു സുഖം കൂടുതൽ കിട്ടണം. അത് കിട്ടുമോ? അങ്ങനെ കിട്ടുമോ? പൈസ ചെലവാക്കി നിങ്ങളെ കൂടി കൂടിയിട്ട് പടക്കം പൈസ ചെലവാക്കി. എന്നിട്ടോ അവിടെ കൊണ്ടുപോയിട്ട് പൊട്ടിച്ച് നിങ്ങൾക്കും ഇട്ടേ, ദൂരെന്ന് കേട്ട എനിക്കും ഇട്ടേ, വീട്ടിന്റെ അകത്ത് കിടന്നുറങ്ങണ ഞങ്ങൾക്ക് ഓനുണ്ടേ, അടുക്കളയിൽ പണിയെടുക്കുന്ന പെണ്ണുങ്ങൾക്ക് ഊക്കുണ്ടേ, എല്ലാവർക്കും ഇട്ടേ തന്നെ. കായ് ചെലവാക്കി അനക്കെന്താ ഒരു സുഖാരികളുണ്ട്. ഇതിന് പൈസ ചെലവാക്കാൻ ചെറിയൊരു സംഗതി വന്ന് കിട്ടും. എത്ര റുപ്യ ചെലവായത് അതിന് നന്നായിട്ട് അവിടെ പന്ത് ഇവിടെ പന്ത് മറ്റേ പന്ത് ഇതെല്ലാം കൂടി ആയിട്ട് ഇങ്ങനെ മനോരമക്കാരും എല്ലാവരും അതിന്റെ പുറകിൽ നമ്മൾ ആളുകളുണ്ട്. ലോകത്തെവിടെയും ഇല്ലാത്ത ഒരു ഈ കളി നടക്കുന്ന രാജ്യത്ത് പോലും ഇല്ലാത്ത ഒരു ആവേശം. ഞാൻ എന്റെ പ്രായമുള്ള തലമുറയിലെ കാരണവന്മാരോട്, രക്ഷിതാക്കളോട്, ഉത്തരവാദിത്തമുള്ളവരോട്, ഖതീബ് മുദരിസുമാരോട് എല്ലാം ഉണർത്തുന്നത് നമ്മുടെ ബുദ്ധിയെ മറ്റു പലരും ചൂഷണം ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലമായി ഇസ്ലാമിക സംസ്കാരത്തെ നശിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാം നമ്മുടെ ജില്ലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദ്യപാനത്തിന്റെ കഥ മാത്രമല്ല, 2009 പിന്നിട്ടപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം 18 പെൺകുട്ടികളെ കാണാനില്ലാതായി. എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. 18 പെൺകുട്ടികളെ കാണാനില്ലാതായി. പെൺവാണിഭ റാക്കറ്റ് സംഘത്തിന്റെ വലയിൽ പൊട്ടിക്കുന്ന 18 പെൺകുട്ടികളുടെ 14 പൊന്നാനി, തിരൂര്, കോട്ടക്കൽ പോലത്തെ പ്രദേശങ്ങളിൽ നിന്നല്ലേ. തിരൂരിനടുത്ത് വൈലത്തൂരിന്റെ ഒരു പെൺകുട്ടിയുടെ കഥ മാത്രമേ പത്രത്തിൽ വന്നുള്ളൂ. ആ പെൺകുട്ടിയുടെ വീട് നിങ്ങൾ പോയി സന്ദർശിച്ചിട്ടുണ്ടോ? ഞാൻ ഈ 18 കുട്ടികളുടെ വീടുകളും സന്ദർശിക്കാൻ പോയിട്ടുണ്ട്. എന്താണ് ആ വീടുകളിൽ ചെന്നാൽ കാണുന്നത്? തിരൂരിലെ വൈലത്തൂരിലെ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ചെറിയ വീട്, ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ മുൻവശത്ത് തന്നെ 7ാം ക്ലാസ്സിലെ സമസ്തയുടെ മദ്രസയിൽ നിന്ന് 7ാം ക്ലാസ് പഠിച്ച് പാസ്സായ സർട്ടിഫിക്കറ്റ് ആ കുട്ടിയുടെ വീട്ടിൽ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട്. മദ്രസ ഇല്ലാത്തത് കൊണ്ടല്ല, പള്ളി ഇല്ലാത്തത് കൊണ്ടല്ല, ബാങ്ക് കേൾക്കാത്തത് കൊണ്ടല്ല. ഒരു തലമുറയില് നാം നമ്മുടെ സംസ്കാരത്തെ കാത്തു സൂക്ഷിക്കുന്നിടത്ത്, നമ്മുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുന്നിടത്ത്, പ്രിയപ്പെട്ടവരെ, നമുക്ക് നല്ല പോലെ ഉറക്കം സംഭവിക്കുന്നുണ്ട്. ഒരു പക്ഷേ വാപ്പ ഗൾഫിലായിപ്പോയി, അല്ലെങ്കിൽ വാപ്പാക്ക് ബിസിനസ്സും ബാക്കിയുള്ള വെച്ച മക്കളെ ശ്രദ്ധിക്കാൻ പറ്റാതായിപ്പോയി. എന്ത് മാത്രമാണ് ശ്രദ്ധിച്ചത്?
കുട്ടികൾക്ക് വേണ്ട ഡ്രസ്സ് ഒരു ഡസനാണെങ്കിൽ ഒരു ഡസൻ, ഭക്ഷണം ഏത് സൈസാണെങ്കിൽ അത്, കുട്ടികളെ ഓമനിക്കലും താലോലിക്കലും. അതേ സമയത്ത് നമ്മുടെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി ഓറിയന്റലിസ്റ്റിന്റെയും സിയോണിസത്തിന്റെയും മാസോണിസത്തിന്റെയും എന്ന് വേണ്ട എല്ലാവിധ ഇസങ്ങളുടെയും ആളുകൾ നമ്മുടെ അടുക്കള മുതൽക്ക് അങ്ങോട്ട് എല്ലാ സ്ഥലങ്ങളിലും വസ്ത്രധാരണയിലും സംസാരത്തിലും ഭക്ഷണത്തിലും ബാക്കിയുള്ളതിലും എല്ലാം നമ്മുടെ സംസ്കാരത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സിറാത്തുൽ മുസ്തഖീം നമ്മൾ ഇന്ന് എല്ലാവരും ബറാഅത്ത് രാവ് ഓതിയല്ലോ. ബറാഅത്ത് രാവാകുന്ന ഇന്നത്തെ രാത്രി ഷഅബാൻ 15-ാം രാവ്. ഇതാക്കാന ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാൻ. ഷഅബാന്റെ 15-ാം രാവായാൽ ഖൂമൂ ലൈലഹാ വസൂമൂ യൗമഹാ സദഖ റസൂലുള്ളാഹി. ഷഅബാൻ 15-ാം രാവിന് നിങ്ങൾ എന്ത് ചെയ്യണം? പകൽ സമയത്ത് നോമ്പെടുക്കണം. 15-ാം ദിവസം നിങ്ങൾ പകൽ സമയത്ത് നോമ്പെടുക്കണം. രാത്രി സമയത്ത് നിങ്ങൾ അല്ലാഹുവിനെ നിസ്കരിച്ചുകൊണ്ട് റബ്ബിനോട് അധികമായി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നലെ നമ്മളെ നാട്ടിൽ എന്റെ കൂടെ ഒരു 3 ഒമാനി അറബികളുണ്ട്. ഒമാനികൾ അവർക്ക് ഇന്നലെ എങ്ങനെയും ടിക്കറ്റ് ശരിയാക്കിയിട്ട് അവർക്ക് നാട്ടിൽ പോകാം. അപ്പൊ എന്താന്ന് ചോദിച്ചു നോക്കുമ്പോ അവരോട് ഷഅബാനിയാണ് ബറാഅത്തിന്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ നാട്ടിലെ ബറാഅത്തിന്റെ അവസ്ഥ? ബറാഅത്തിനോട് ഷഅബാനിയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു വർഷത്തിൽ മുസ്ലിമീങ്ങൾക്ക് ആവർത്തിച്ചു വരുന്ന ഭക്തി ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഒമാനിൽ ഞങ്ങളുടെ നാട്ടിൽ ഇന്നത്തെ ദിവസം. അതുകൊണ്ട് എങ്ങനെയും ഞങ്ങൾക്ക് ഇന്ന് നാട്ടിലെത്തണം എന്ന് പറഞ്ഞു. ഞാനൊരു പ്രാവശ്യം ഈ ഷഅബാൻ 15 മക്കത്തുൽ മുക്കറമയിലുണ്ടായി. വലിയൊരു ഭാഗ്യമുണ്ടായി. അസർ നിസ്കാരാനന്തരം പരിശുദ്ധ കഅബ ശരീഫിന്റെ നോക്കിയിട്ട് മത്താഫിൽ ഇങ്ങനെ നോക്കുമ്പോൾ ആയിരങ്ങളല്ല ലക്ഷക്കണക്കിന് ആളുകൾ ഇരിക്കാൻ പറ്റാവുന്ന മത്താഫിൽ അസർ നിസ്കാരം മുതൽക്ക് തുടങ്ങിയ ആളുകൾ വരാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. ഒരു 5 മണി മുതൽ പിന്നീട് രാത്രി ഇശാഇ കഴിയുന്നത് വരെ ഒരേ ഓത്തും ദിക്റും ദുആയും, ഓത്തും ദിക്റും ദുആയും. എത്ര ലക്ഷങ്ങൾ ഇരുന്നുകൊണ്ട് സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, സൂറത്തുൽ ദുഖാൻ, ഹാമീം വൽ കിതാബിൽ മുബീൻ ഓതുക. ഒരു യാസീൻ പഴമക്കാർ സൂഫിയാക്കൾ നമുക്ക് ചെയ്തു പഠിപ്പിച്ചു തന്നത്, പൂർവിക മഹാന്മാർ ചെയ്തു പഠിപ്പിച്ചു തന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രത്യേകമായി വിശുദ്ധ ഖുർആനിൽ ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബാ വ ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. ഓരോ സാധനത്തിനും അതിനെ നിയന്ത്രിക്കുന്ന ഒരു ബ്രെയിൻ ഉണ്ട്. വിശുദ്ധ ഖുർആന്റെ ബ്രെയിൻ എന്ന സ്ഥാനമുള്ളത് യാസീൻ സൂറത്തിനാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആ യാസീൻ ഇങ്ങനെ ഓതുകയാണ്. ഒരു യാസീൻ ഓതി എന്തിന്? ആരോഗ്യത്തോട് കൂടെയുള്ള ആയുസ് വർദ്ധിക്കാൻ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മുമ്പ് കേട്ടുകേൾവിയില്ലാത്ത രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ ജനമുള്ളത്. അല്ലാഹു ക്യാൻസറിൽ നിന്ന് എല്ലാവരെയും കാക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹ്. ക്യാൻസർ രോഗം പിടിപെട്ടവന്റെ ശരീരം തളർന്നു, സമ്പത്ത് കൊണ്ട് നശിച്ചു, മാനസികമായി അവൻ പാടെ പാപ്പറായി. ഇങ്ങനത്തെ ഒരു വല്ലാത്ത രോഗമാണ് ക്യാൻസർ. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ക്യാൻസർ രോഗത്തിന് അകപ്പെട്ടവർ റബ്ബേ നീ രക്ഷപ്പെടുത്തണം റഹ്മാനേ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇന്ന് ഏതെല്ലാം വിധത്തിലുള്ള രോഗമാണ്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടിയിലേക്ക് എന്റെ ഒരു സ്നേഹിതൻ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, എന്റെ അനുജൻ ഒരു മദ്രസ അധ്യാപകനാണ്, അദ്ദേഹത്തിന് ഹാർട്ടിലേക്ക് രക്തം പാസ് ചെയ്തുന്ന ആ രക്തക്കുഴൽ അതിങ്ങനെ വികസിച്ച് വരിക, അത് പൊട്ടിപ്പോകുമോ എന്ന പേടി. പെട്ടെന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുഖം കൊടുക്കുമാറാവട്ടെ. കേട്ടുകേൾവിയില്ലാത്ത പലതരം രോഗങ്ങൾ, ഇങ്ങനെയുള്ള പ്രത്യേക രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഇന്നത്തെ സമയത്ത് യാസീൻ ഓതിക്കൊണ്ട് റബ്ബിനോട് അല്ലാഹ് ആരോഗ്യത്തോട് കൂടെയുള്ള ദീർഘ ആയുസ് എനിക്കും കുടുംബത്തിനും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഒരു യാസീൻ ഓതിക്കൊണ്ട് ചോദിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന രാത്രിയാണിത്. രണ്ടാമത്തെ ഒരു വിഷയം നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ട മുഅ്മിനുകളെ. നിത്യജീവിതത്തിന് അന്യ ആളുകളെ മുമ്പിൽ കൈ കാണിക്കേണ്ടി വരിക എന്ന് പറഞ്ഞത് ഒരാൾക്കും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് പടച്ച റബ്ബേ ഹലാലായ റിസ്ക് അത് ചോദിച്ചുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യണമെന്ന് പഠിപ്പിച്ച ആ യാസീൻ ഇങ്ങനെ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ കാണാം, മുംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ അലം അൽഹദി ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ.
ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ? മഹ്ശറ സമ്മേളനത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. മഹ്ശറ സമ്മേളനം എങ്ങനെയാ? മഹ്ശറ സമ്മേളനം അല്ലാഹുവിന്റെ ആദർശം. അലം അൽഹദീരിക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ, പിശാചിനെ വഴിപ്പെടണ്ട, ഇബ്ലീസിന്റെ കൂടെ പോകണ്ട എന്ന് അല്ലാഹു തആലയുടെ ഓർഡർ നിങ്ങൾക്ക് വന്നിട്ടില്ലായിരുന്നോ? അവിടെ നിങ്ങൾക്ക് മുമ്പിൽ അനിഅബ്ദുനി ഹാദാ സിറാത്തും മുസ്തഖീം, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ടോ, അല്ലാഹുവിനെ വിശ്വസിച്ചോ, അല്ലാഹുവിനെ ഇബാദത്തെടുത്തോ. ഇദാ സിറാത്തും മുസ്തഖീം, അമ്പിയാക്കളുടെ റൂട്ട്, ഔലിയാക്കളുടെ മാർഗം, മഹാന്മാര് പഠിപ്പിച്ചിരിക്കുന്ന ജീവിത രീതി, ഈ വഴിക്ക് സഞ്ചരിച്ചോ എന്ന് ഖുർആൻ ഓതിക്കൊണ്ട് നിങ്ങൾക്ക് ഉത്ബോധനം വന്നിട്ടില്ലായിരുന്നോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറ മുറ്റത്ത് ചോദിക്കാൻ പോകുന്നു. സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ വലാ ഹിജാബുൻ യുഹ്ജിബുഹു ഫയൻദുറു അയ്മന മിൻഹു ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം ഫയൻദുറു അശ്അമ മിൻഹു ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം ഫയൻദുറു ബൈന യദൈഹി ഫലാ യറാ ഇല്ല النار تلقاء وجهه واتقوا النار ولو بشق تمرة صدق رسول الله. ഒരാളും മഹ്ശറാമറ്റത്ത് അള്ളാഹു അവനോട് നേരിട്ട് സംസാരിക്കാതെ ചവിട്ടിയേക്കാൾ വെച്ച സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുന്ന പ്രശ്നമില്ല. ചവിട്ടിയേക്കാളെ അനക്കാൻ അള്ളാഹു അനുവദിക്കില്ല. ഇല്ലാ സയുക്കന്റെ മുഹറബ്ബു, റബ്ബ് അവനോട് നേരിട്ട് ചോദിക്കും. ആ നേരിട്ടുള്ള ചോദ്യത്തിൽ ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ, അള്ളാഹുവിന്റെയും അവന്റെയും ഇടയ്ക്ക് ഒരു പരിഭാഷകൻ ആവശ്യമില്ല. വലാ ഹിജാബുൻ യുഹ്ജിബുഹു, അള്ളാഹുവിന്റെയും അവന്റെയും ഇടയ്ക്ക് ഒരു മറയില്ല. നേർക്ക് നേരെ അള്ളാഹു ചോദിക്കാൻ. ആ ചോദ്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പേടിച്ച് വറച്ചുകൊണ്ട് വലഭാഗത്തേക്ക് നോക്കുമ്പോൾ ജീവിതകാലത്ത് വല്ല നന്മകളും ചെയ്തിട്ടുണ്ടോ? ജീവിതകാലത്ത് വല്ല നന്മകളും ചെയ്തിട്ടുണ്ടോ? ആ നന്മകൾ മാത്രമാണ് വലഭാഗത്ത് കാണുന്നത്. ഓ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സൂറത്തു ദുഖാൻ ഇങ്ങനെ ഓതിയപ്പോൾ ആ സൂറത്തു ദുഖാന്റെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയത് കണ്ടില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ അത് പ്രത്യേകമായി പറഞ്ഞില്ലേ? ഒരു വിഭാഗം ആളുകൾ അവരെ അല്ലാഹു തആല ഭൂമിയിൽ നിന്ന് മരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ സുബ്ഹാന ജല്ല ജലാലുഹു അവർക്ക് വേണ്ടി ആകാശം കരഞ്ഞില്ല, അവർക്ക് വേണ്ടി ഭൂമി കരഞ്ഞില്ല, ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി കരഞ്ഞില്ല. ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർദു വമാ കാനൂ മുൻദരീൻ. ഒരു വിഭാഗം ആളുകൾക്ക് മരണമാസന്നമായപ്പോൾ അവരെ കാര്യത്തിൽ ആരും വേദനിച്ചില്ല. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഖുർആൻ രേഖപ്പെടുത്തിയത് കാണാം. എന്തേ അവർക്ക് വേണ്ടി കരഞ്ഞില്ല എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ ഭയപ്പെട്ടും വഴിപ്പെട്ടും ജീവിച്ച ആളുകളാണെങ്കിൽ അവര് മരണമാസന്നമാകുന്ന സമയത്ത് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി വരുമ്പോ അള്ളാഹുവിന്റെ ഭൂമി പറയുന്നു, അള്ളാഹുവേ 1000 ആളുകൾ എന്റെ ഭൂമിയിൽ നടക്കുമ്പോ 999 നിനക്ക് വഴിപ്പെടാതെ പോവുകയാണ്. 1000-ൽ ഒരാളാണ് സുജൂദ് ചെയ്യുന്ന ആളുള്ളത്. ആ ആളെ നീ കൊണ്ടുപോവുകയാണോ? അള്ളാഹുവിനോട് ഭൂമി ചോദിക്കാണ്. പടച്ചോനെ, ഈ മാർഗത്തിൽ കൂടെ 1000 ആൾ നടക്കുമ്പോ അല്ലെങ്കിൽ 10,000 ആൾ നടക്കുമ്പോ ഒരാളോ 2 ആളോ ആണ് നിനക്ക് സുജൂദ് ചെയ്യുന്ന ആളുകളുള്ളത്. പടച്ചവനെ, അങ്ങനത്തെ ഒരു നല്ല മനുഷ്യനാണ് ഇയാളെ നീ കൊണ്ടുപോവുകയാണോ? ഭൂമി ചോദിക്കുന്നു. അതാ ആകാശത്തേക്ക് ആ റൂഹുമായി അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ആകാശം പറയുന്നു, റബ്ബേ, ഇയാളെ തസ്ബീഹാണ് ഇങ്ങോട്ട് എപ്പോഴും വരാറുള്ളത്, ഇയാളെ ദിക്റാണ് എപ്പോഴും ഇങ്ങോട്ട് വരാറുള്ളത്, ഇയാളെ ഖുർആൻ ഓതുന്നതാണ് എപ്പോഴും മുകളിലേക്ക് വരാറുള്ളത്, ഇയാളെ ഇബാദത്ത് വെച്ചാണ് മലക്കൾ വരാറുള്ളത്. ആ റൂഹിനെയും പിടിക്കപ്പെട്ടോ? അയാൾക്ക് വേണ്ടി ആകാശം കരയുന്നു, അയാൾക്ക് വേണ്ടി ഭൂമി വേദനിക്കുന്നു. സ്വാലിഹായ ഒരു മനുഷ്യന്റെ മരണം സംഭവിച്ചാൽ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഭൂമിയുടെ വേദന ചുരുങ്ങിയത് 40 ദിവസമെങ്കിലും നിലനിൽക്കുന്നു.
ആകാശത്തിന്റെ വേദന നിലനിൽക്കുന്നു. റബ്ബിനോട് ആകാശവും ഭൂമിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, റബ്ബേ നിന്റെ ഭൂമിയിൽ സുജൂദ് ചെയ്ത ആള് ഇതാ നിന്റെ ഖബറിലേക്ക് വരുന്നു. ആകാശം പറയുന്നു, റബ്ബേ നിന്റെ ഭൂമിയിൽ ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്ന ആള് ഇതാ നിന്റെ ഖബറിലേക്ക് വരുന്നു. ഫമാ ബഖത് അലൈഹിമുസ് സമാഉ വൽ അർദു വമാ കാനൂ മുൻദരീൻ. ഒരു വിഭാഗം ആളുകൾ മരണപ്പെട്ടപ്പോൾ ഭൂമി അവർക്ക് വേണ്ടി വേദനിച്ചില്ല, ആകാശം അവർക്ക് വേണ്ടി കരഞ്ഞില്ല. എന്തേ? ജീവിതത്തിൽ ഒരു നന്മയും ആകാശത്തിനും ഭൂമിക്കും അവരോട് പറയാനില്ല. പ്രിയപ്പെട്ട മുഅ്മിനേ, ഇതൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന സൂറത്തു ദുഖാനും അതുപോലെ തന്നെ സൂറത്ത് യാസീനും നമ്മളിങ്ങനെ ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാത്രികളിൽ ഒന്നാണിന്ന്. വദക്കിറുഹും ബിഅയ്യാമില്ലാ, അള്ളാഹുവിന്റെ പ്രത്യേക ദിവസങ്ങളെ കൊണ്ട് ജനങ്ങളെ ഈമാൻ പുതുക്കണമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതാണ്. വദക്കിറുഹും ബിഅയ്യാമില്ലാ, ഒരു വർഷത്തിൽ ആവർത്തിച്ച് വരുന്ന ചരിത്രത്തിലെ അതിപ്രധാന ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളെ വെച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ സ്മരണ പുതുക്കണം. അള്ളാഹുവിന്റെ ഈമാൻ ജനങ്ങൾക്ക് മുദക്കിറുഹും ബിഅയ്യാമില്ല, അള്ളാഹുവിന്റെ അയ്യാമുകളെ കൊണ്ട് ആ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കണം, അവരെ ഈമാൻ വർദ്ധിപ്പിക്കണമെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പഴമക്കാരായ ആളുകൾ ബറാഅത്തിനാവ് വരുമ്പോൾ അത് അല്ലാഹ് നബി മുഹമ്മദ് റസൂലുള്ളാഹി ബീവി ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരു രാത്രി റസൂലുള്ളാഹിനെ എന്റെ അടുക്കൽ കാണാനില്ലാതായി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാത്രി സമയത്ത് നോക്കുമ്പോൾ വീട്ടിൽ കാണുന്നില്ല. ഞാൻ രാത്രി പെട്ടെന്ന് ഉണർന്നുകൊണ്ട് നോക്കുമ്പോൾ റസൂലുള്ളാഹിനെ കാണുന്നില്ല. ഞാൻ വിചാരിച്ചു നബി തങ്ങൾ രാത്രി എഴുന്നേറ്റ് മറ്റു ഭാര്യമാരെ വീട്ടിലേക്കെങ്ങാണ്ടും പോയോ. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അതാ മസ്ജിദ് നബിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ജന്നത്തുൽ ബഖീ, മുസ്ലിമീങ്ങൾ ശ്മശാന ഭൂമി. ഇന്നും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 20,000-ലധികം സ്വഹാബാക്കൾ വിശ്രമിക്കുന്ന സ്ഥലം. അല്ലാഹ് ആ ജന്നത്തുൽ ബഖീയിലേക്ക് നോക്കുമ്പോൾ അതാ റസൂലുള്ളാഹിനെ ഇങ്ങനെ കാണുന്നു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പോയിട്ട് റസൂലുള്ളാഹിന്റെ പുറകിൽ ഇങ്ങനെ പതുക്കെ നിന്നു. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് രണ്ട് കൈ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ആയിഷ ബിബി പറയുകയാണ്, റസൂലുള്ള കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് കക്ഷത്തിന്റെ വെളുപ്പ് നിറം ദൂരെ നിന്ന് കാണാൻ സാധിക്കുമായിരുന്നു. നമ്മളെ കക്ഷം പോലെയല്ല റസൂലുള്ളാഹിന്റേത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കക്ഷത്തിന് വിയർപ്പിന്റേതായ ദുർഗന്ധമില്ല, വിയർപ്പിന്റേതായ നിറം മാറ്റമില്ല, കസ്തൂരിയുടെ വാസനയാണ്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിഷ ബിബി പറഞ്ഞു രണ്ട് കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കുന്നു. എത്ര സമയമാണ് റസൂലുള്ള ദുആ ചെയ്തുകൊണ്ടിരുന്നത്? അല്ലാഹ് ആയിഷ ബിബി പറയുകയാണ്, റസൂലുള്ള കുതുകുടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഹൃദയം ഇങ്ങനെ പൊട്ടിപ്പൊട്ടിക്കൊണ്ട് ചോദിക്കുന്നു. അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ട് റസൂലുള്ള ആ ജന്നത്തുൽ ബഖീയിൽ ഇങ്ങനെ ഒരുപാട് സമയം ദുആ ചെയ്തു. ദുആ അവസാനിക്കുന്നുവെന്ന് കണ്ടപ്പോൾ ആയിഷ ബിബി പറയുന്നു, ഞാൻ പതുക്കെ ഇങ്ങോട്ട് തന്നെ തിരിഞ്ഞു ഓടി. ഞാൻ വീട്ടിൽ വന്നിട്ട് അവിടെ കടന്നു. റസൂലുള്ളാഹി തങ്ങൾ വന്നപ്പോ ഞാൻ ഇങ്ങനെ കഥച്ചുകൊണ്ട് കിടക്കാം. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എന്താണ്, ഞാൻ ചരിത്രം ദീർഘിപ്പിക്കുന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, യാ ആയിഷൂ. റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബിയോട് പറയുന്നു, ആയിഷ ഇന്നത്തെ ദിവസം ഏതാണെന്ന് നിനക്കറിയുമോ? ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ഇത് ശഅബാൻ 15-ാം രാവാണ്. ഇന്നത്തെ രാത്രി അതാ അല്ലാഹുവിന്റെ പ്രത്യേകമായ പ്രകാശം, അല്ലാഹുവിന്റെ പ്രത്യേകമായ അല്ലാഹു തആല ഒന്നാം ആകാശത്തേക്ക് വന്നിട്ട് അല്ലാഹു തആല അത് വിളംബരം ചെയ്യുന്നു, അലാ അലാ അലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകമേ അറിയുക, ആരാണ് തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചവർ, ആരാണ് തൗബ ചെയ്യുന്നവർ അവർ തൗബ ചെയ്യട്ടെ, ആരാണ് റിസ്ക് ചോദിക്കുന്നവർ അവർ റിസ്ക് ചോദിക്കട്ടെ, ആരാണ് റഹ്മത്ത് ചോദിക്കുന്നവർ അവർ റഹ്മത്ത് ചോദിക്കട്ടെ, ആരാണ് രോഗത്തിന് ശിഫ ചോദിക്കുന്നത് അവർ ചോദിക്കട്ടെ. ആരാണ് പൊറുക്കല്ല് ചോദിക്കുന്നവർ ഞാനവന് പൊറുക്കല്ല് കൊടുക്കാം, ഞാനവന് ദോഷങ്ങൾ പുറത്തു കൊടുക്കാം, ഞാനവർക്ക് റിസ്ക് കൊടുക്കാം, ഞാനവർക്ക് ആപത്തുകളെ തടുക്കാം, ഞാനവർക്ക് മുസീബത്തുകളെ തട്ടി മാറ്റാം, ഞാനവർക്ക് ഫിത്നകളിൽ നിന്ന് കാവലാകാം. അലാക്കഥ അലാക്കഥ അലാക്കഥ. നിങ്ങൾക്ക് ആവശ്യങ്ങളില്ലേ ആവശ്യങ്ങളില്ലേ ആവശ്യങ്ങളില്ലേ? ചോദിച്ചോളൂ മക്കളെ, ചോദിച്ചോളൂ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളിൽ നിന്നുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് അല്ലാഹു തആല പ്രത്യേകം നിശ്ചയിച്ച ദിവസമാണ് ബറാഅത്തിന്റെ ഈ 15-ാം രാവ് എന്ന് മുഹമ്മദ് മുസ്തഫ
അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പോയിട്ട് ജന്നത്തുൽ ബഖീഇന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് അതാ ഒരുപാട് സമയം നബി തങ്ങൾ കുടുകുടാ കണ്ണു നിറച്ചുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, പഴമക്കാരായ ആളുകൾ ഇപ്പോഴും പൊന്നാനിയിലെ സ്ഥിതി എന്താണെന്നുള്ളത് ഇപ്പൊ എനിക്ക് അനുഭവിച്ച് അറിയില്ല. കാസർഗോഡ് ഖബർസ്ഥാനിൽ നിന്ന് പോയി നോക്കിയാൽ, കാസർഗോഡ് ജില്ലയിൽ പോയി നോക്കിയാൽ പ്രത്യേകിച്ചും അത് കാണും. എന്താണ്? എല്ലാ ശ്മശാന ഭൂമിയിലും എല്ലാ ഖബർസ്ഥാനിലും ഇന്ന് നേരം പുലരുന്നത് വരെ ആളുകളുണ്ട്. എല്ലാ മാലിക്കിനാർ ഖബർസ്ഥാനിൽ പോയി നോക്കിയാൽ നമുക്കത് വേഗത്തിൽ കാണും. ഇന്നത്തെ രാത്രി പൂർണ്ണമായി ഓരോ ആളുകളും പിതാക്കൾ മരിച്ചത്, മാതാക്കൾ മരിച്ചത് എല്ലാവരും. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് ജന്നത്തുൽ ബഖീഇൽ ദുആ ചെയ്തതിന്റെ ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് കാണും. നമ്മളതൊക്കെ വിട്ടുപോവുക. അതിന്റെ ഒക്കെ ആപത്തുകളും വിഷമങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു കാക്കട്ടെ. പഴമയിലേക്ക് തിരിച്ചു പോകണം. ദീന് അത് അതിന്റെ പഴമ കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടതല്ല, കമ്പ്യൂട്ടർ പഠിക്കേണ്ടതല്ല. കമ്പ്യൂട്ടറൊക്കെ പഠിച്ച് എല്ലാം പഠിച്ച് നല്ല സൂപ്പർ ജെന്റിൽമാൻമാരായിട്ട് തന്നെയാണ് മുസ്ലിമുകൾ ജീവിക്കേണ്ടത്. നബി മുഹമ്മദ് റസൂലുള്ളാഹ് നബിതങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന സ്വഹാബി അന്ന് യൂറോപ്പിൽ പങ്കെടുക്കാൻ സാഹിത്യ മത്സരത്തിൽ പോയിട്ട് ഒരു സ്വഹാബി നിന്ന നിപ്പിൽ 100 ഭാഷ സംസാരിച്ചു. അതാ റസൂലുള്ളാഹ് പഠിപ്പിച്ച സ്വഹാബാക്കൾ. 100 ആളുകൾ പങ്കെടുക്കുന്ന മത്സരത്തിലേക്ക് ഒരാളെ പറഞ്ഞേക്കും 100 ഭാഷ സംസാരിച്ചു ഒറ്റ സ്വഹാബി. കായിക മത്സരങ്ങളിൽ മത്സരിക്കാൻ 100 ആളുകളെ പറഞ്ഞയക്കെടുത്ത റസൂലുള്ളാഹി ഒറ്റ ആളെ പറഞ്ഞാൽ 100 ആളുകളോട് മത്സരിച്ച് ജയിച്ചു റസൂലുള്ളാഹിയുടെ സ്വഹാബി. അങ്ങനെ ഉപാഹിപ്പിക്കും യൗമൽ ഖിയാമ. നാളെ അന്ത്യദിനത്തിൽ നിങ്ങളെ കൊണ്ട് ഞാൻ അഭിമാനിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മുത്തഅല്ലിമീങ്ങൾ ഇതാ ധാരാളം പൊന്നാനിയിലെ പള്ളിയിൽ അവർ ഓതി പഠിക്കട്ടെ, അവർ ഹദീസ് പഠിക്കട്ടെ, അവർ തഫ്സീർ പഠിക്കട്ടെ, അവർ ഫിഖ് പഠിക്കട്ടെ, അവർ താരീഖ് പഠിക്കട്ടെ. അതൊക്കെ പഠിച്ച് അവർ സമ്പാദിച്ചു കഴിയുമ്പോൾ ആ പഠിച്ചത് ബോംബെയിൽ പോയി പറയേണ്ടി വന്നാൽ, ആ പഠിച്ചത് മദ്രാസിൽ പോയി പറയേണ്ടി വന്നാൽ, ആ പഠിച്ചത് ദുബായിൽ പോയി പറയേണ്ടി വന്നാൽ, ആ പഠിച്ചത് സിംഗപ്പൂരിൽ പോയി പറയേണ്ടി വന്നാൽ, ആ പഠിച്ച ഇന്ന് അമേരിക്കയിൽ പോയി പറയേണ്ടി വന്നാൽ അവരുടെ കയ്യിൽ അറബിയിൽ കഴിവുണ്ടാവണം, ഉറുദുവിൽ കഴിവുണ്ടാവണം, ഇംഗ്ലീഷിൽ കഴിവുണ്ടാവണം, വേൾഡ് ഭാഷ അവരുടെ കയ്യിലുണ്ടാവണം. അപ്പൊ അവർക്ക് BA വേണം, അവർക്ക് MA വേണം, അവർക്ക് PG വേണം, അവർക്ക് ഡിഗ്രികളൊക്കെ പാസ്സാവണം. എന്നിട്ട് ആലിമീങ്ങളാകുന്നതോടൊപ്പം അവർക്ക് ഭാഷാ കഴിവ് വേണം. ആലിമീങ്ങളാകുന്നതോടൊപ്പം ഭാഷാ കഴിവ് വേണം. പഴമക്കാർക്കുണ്ടായിട്ടുണ്ട്. നമ്മൾ പഴയ കിതാബ് നല്ലോണം ഓതി പഠിച്ചോളി മക്കളെ. ബോധന കാലത്ത് നല്ലോണം ഓതിക്കോളി. അപ്പൊ നല്ലോണം പഠിക്കാം. സഞ്ചാന്റെ അസിൽ വെക്കണ സമയത്ത് ഞാൻ ചോദിച്ചു ഉസ്താദിനോട്, എന്തിനതൊക്കെ പഠിച്ചു ഈ പഠിച്ചേണ്ടായി. അപ്പൊ അവനെ നിർത്തിങ്ങാണ് ഇനിയിപ്പോ എന്റെ കച്ചവടം ചെയ്യുകയാണെങ്കിൽ ഇത് അറിയാൻ നല്ലതാണ്. എന്തേ നമ്മളൊരു സൈഡ് കച്ചവടം തുടങ്ങും. ഒരു അങ്ങാടി പോയിട്ട് സാധനമൊക്കെ ഇങ്ങോട്ട് വെച്ചു. ഒരു ഞായറാഴ്ച കച്ചവടത്തിനാണ് പോയി. നമ്മൾ അങ്ങാടി പോയി സാധനമൊക്കെ വെച്ചു. ആരാതി കാണാൻ വേണ്ടി വരണമെങ്കിൽ ഒരൊറ്റ അസിൽ വെക്കൽ ഇമ്മാത്ര അസിൽ അതിനെ വാവളപ്പുമായി പേരക്കത്ത് ഒരൊറ്റ പറച്ചിലാണ് പറഞ്ഞാൽ എന്താ പറ്റുന്നത്? ആളുകളൊക്കെ എല്ലാവരും കാട്ടുന്നത്. അപ്പൊ പറയാം ഇന്ന സാധനമാണ്. അതെല്ലാം കള്ളിയാലും മുള്ളുപേരും മുരുക്കുംപാലും കൂട്ടി ചേർത്ത് ഒരു മണലിനെ കൂട്ടിക്കുവച്ച് ഒരു കണ്ണ് തേച്ച് പേരല്ലെങ്കിൽ മറ്റേ കണ്ണും തേച്ചാൽ ഒരാളും ഒരു വടി ഉണ്ടെങ്കിൽ എഴുതും പോകാം. അപ്പോഴാണ് ഇതെന്തൊരു വരുന്നാളാവെന്ന് ചോദിച്ചാൽ പഠിച്ചിനോട് എന്താകാണ്ട വിവാഹം. ഒരു കാലഘട്ടത്തിൽ അറബി ഭാഷയുടെ വ്യാപനം നടന്നിട്ട് സ്പെയിനിലെ ആളുകൾ സ്പാനിഷ് ഭാഷ സംസാരിക്കാൻ മറന്നുപോയി. എല്ലാവരും അറബി പഠിക്കുന്നവരായി. അറബി ലോകം മുഴുവൻ അറബി പഠിക്കാൻ ജിജ്ഞാസ സ്പെയിനിന്റെ ചരിത്രത്തിൽ കാണും. സ്പാനിഷ് ഭാഷ സംസാരിക്കാൻ തന്നെ മറന്നുപോയവർ അത്രയും അറബികളായി മാറി. അന്നത്തെ എല്ലാ ഗ്രന്ഥങ്ങളിലും അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നു. അന്ന് സ്പാനിഷ് ഭാഷയിലും പാരിഷി ഭാഷയിലും ഒക്കെയുള്ള ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്തു. ആ വിവർത്തന ഗ്രന്ഥങ്ങൾ ഇന്ന് നമ്മൾ ദർസുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇന്നോ
ഇന്ന് അറബി നാട്ടിൽ കൂടി അറബി വിട്ടുകാണ്ട് ഏത് പഠിക്കാൻ നിൽക്കുകയാണ്? ഇംഗ്ലീഷ് പഠിക്കാൻ നിൽക്കുകയാണ്. അപ്പോ നമ്മുടെ ഈ മുത്താലിമ്യങ്ങൾക്ക് ഏതറിയണം? ഇംഗ്ലീഷ് അറിയണം, അവർക്ക് ഉറുദു അറിയണം, അവർക്ക് അറബി അറിയണം. എന്തിന്? സർട്ടിഫിക്കറ്റിനല്ല. സർട്ടിഫിക്കറ്റോട് ഉണ്ടാകുമാണ്, കഴിവാണുണ്ടാകുന്നത്. അപ്പൊ അവർക്ക് എവിടെ പോയിട്ട് ദീൻ പറയേണ്ടി വന്നാൽ, ബഹുമാനപ്പെട്ട മഹദൂം തങ്ങളുടെ ഫത്ഹുൽ മുഈനിലെ വിവരം ബോംബെയിൽ പോയി ഉറുദുവിൽ പറയേണ്ടി വന്നാൽ, സിംഗപ്പൂരിൽ പോയിട്ട് മലയാളം ഭാഷയിൽ പറയേണ്ടി വന്നാൽ അത് നമുക്ക് സാധിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നും പാടില്ല എന്നല്ല, എല്ലാം പാടുണ്ട് എന്നാണ്. പക്ഷെ എന്താണ്? ഈ മുറ്റത്ത് 10,000 ബോട്ടിൽ വെള്ളം വെച്ചാൽ അള്ളാഹു പറയുന്നു 9,998 കുടിച്ചോ. ആ മൂലൊക്കെ വെച്ച രണ്ടെണ്ണ അത് എടുക്കണം. എന്ത്? അത് എടുത്താൽ പിന്നെ എന്താണെന്നറിയോ? അത് കുടിക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഇത് നടന്ന അറബിയിൽ അൽഫിലാം ഏരിയമാര് ഒരു കാര്യം കെട്ടാണെങ്കിൽ മറ്റേ കാലാണ്. സീബോയിമാവിനോട് ചോദിച്ചത് അൽഫിലാം ഏരിയ എങ്ങനെയാന്ന് ചോദിച്ചു. മൂപ്പരനെ കള്ളുടിയെ നടക്കണമായിരിക്കാണ്. അതുകൊണ്ട് പറഞ്ഞു ആ മൂലക്കത്തെ രണ്ടെണ്ണം എടുക്കണ്ട. അപ്പൊ മക്കളെ നമുക്ക് ജ്യൂസ് കുടിക്കാം, പൈനാപ്പിൾ ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്, എല്ലാ ജ്യൂസും കുടിക്കാം, എല്ലാ ഓർലിക്സും കുടിക്കാം, എല്ലാ ടോണിക്കും കുടിക്കാം, എല്ലാ അരിഷ്ടങ്ങളും കുടിക്കാം, ഒക്കെ അനുവദനീയമാണ്. ആ മൂലക്കത്തെ രണ്ടെണ്ണം അത് എടുക്കണ്ടാണ്. ഇത്രയും അള്ളാഹു പറഞ്ഞു. അതുകൊണ്ട് ചെറുപ്പക്കാരെ, സഹോദരിമാരെ, നമ്മൾ ഉണരണം. നബി മുഹമ്മദ് മുസ്തഫ ഇന്നത്തെ രാത്രിയിൽ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്ത കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പൊ കണ്ട നിങ്ങൾ ബറാഅത്ത് 15 ഈ 15 മുതൽ ഇനി 15 ദിവസം ഇതിൽ, ഈ 15 ദിവസം ഇതിൽ, പിന്നെയോ 30 ദിവസം നമുക്ക് നോമ്പ്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഈ 30ഉം 15ഉം 45 ദിവസത്തിലെ ഒരു സഹോദരിക്ക് 5 ദിവസത്തെ അശുദ്ധി കഴിഞ്ഞാൽ 4 ദിവസം പെരുന്നാൾ ദിവസമാകുമ്പോഴേക്കും 40 ദിവസത്തെ ഒരു കോഴ്സ്, 40 ദിവസത്തെ ഒരു കോഴ്സ്. എന്താണത്? 40 ദിവസം കൊണ്ട് ഇത്ര ഖത്തം തീർക്കണം, 40 ദിവസം കൊണ്ട് ഇത്ര സ്വലാത്ത് ചൊല്ലണം, 40 ദിവസം കൊണ്ട് ഇത്ര ദിക്ർ ചൊല്ലണം, 40 ദിവസത്തിനോട് ഇത്ര സദക്ക ചെയ്യണം, 40 ദിവസത്തിനോട് ഇത്ര നോമ്പെടുക്കണം എന്നിങ്ങനെ നമ്മളൊരു കണക്കാക്കിയിട്ട് നമ്മുടെ കഴിഞ്ഞ കാലത്തെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും മാപ്പിരുന്നുകൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ, റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ, ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മൾ ഈ ബറാഅത്തോടുകൂടെ തീരുമാനിക്കണം. അല്ലാഹു നമുക്ക് സഹായമാകുമാറാവട്ടെ. റബ്ബേ, ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ രുചി നൽകണേ അല്ലാ, ഈമാൻ നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ബീവി മൈമൂന റളിയല്ലാഹു അൻഹാ 2 തൂണിന്റെ ഇടക്കുള്ള ഒരു സ്ഥലത്ത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ കയറി ചൊല്ലുന്നു. ബഹുമാനപ്പെട്ട ബീവി മൈമൂന റളിയല്ലാഹു അൻഹാ ഒരു കൈ കൊണ്ട് ഇങ്ങനെ നോക്കുമ്പോ കയറിന്റെ കഷ്ടം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന നിസ്കരിക്കുന്ന സ്ഥലത്ത് റസൂലുള്ളാഹി ചോദിച്ചു, അല്ല എന്തിനാണ് ഈ കയറിന്റെ കഷ്ടം? ആ മൈമൂന ബീവി പറയുകയാണ്, നബിയേ, രാത്രി സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ട് എന്റെ കാല് കുഴയുകയാണ്, കാലിന് കടച്ചിൽ വരികയാണ്, എനിക്ക് നിന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ല, വല്ലാതെ കാല് വേദനിക്കുമ്പോ ഒരു കൈ കൊണ്ട് കുറച്ചു നേരം ഈ കയറിൽ ഇങ്ങനെ പിടിച്ചാൽ എന്റെ കാലിന്റെ കടച്ചിലിന് കുറഞ്ഞു കിട്ടും, സമാധാനം കിട്ടും, അപ്പൊ എനിക്ക് പിന്നെയും കുറെ സമയം നിന്ന് നിസ്കരിക്കാൻ പറ്റും നബിയേ. ഉമ്മമാരെ, സഹോദരിമാരെ, മൈമൂന ബീവി പോകുന്ന സ്വർഗത്തിലേക്ക് 1000ാമത്തെ സ്വപ്പിൽ നിന്നുകൊണ്ടെങ്കിലും നമുക്കും പോകണ്ടയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഖുർആൻ ഓതി 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 ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണുനീര്, ആ കണ്ണുനീര് മുഖമക്കനയിൽ ഇങ്ങനെ തട്ടിയിട്ട് ഖുർആൻ ഓത്ത് കഴിഞ്ഞിട്ട് ആയിഷ ബീവി നടന്നു പോകുമ്പോ വഴിയിൽ ഇങ്ങനെ വെള്ളം ഉറ്റി വീണിരിക്കുന്നു. ആയിഷ ബീവി നടന്നു പോകുന്ന വഴിയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഉറ്റുകൊണ്ടുണ്ട്. ഏതാണത്? ഖുർആൻ ഓതി കരഞ്ഞിട്ട് മുഖമക്കനിൽ വിളിക്കുന്ന കണ്ണുനീര് ഷർട്ടിലൂടെ താഴോട്ട് വീണത് നടന്നു പോകുന്ന വഴിക്ക് ഇങ്ങനെ കാണാം. അത്ര ഖുർആൻ ഓതി കരഞ്ഞ ബീവി ആയിഷ. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇശാ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയിട്ട് ഖുർആൻ കേട്ടു, ഓത്ത് കേട്ടിട്ട് കരയാൻ തുടങ്ങി. ഫമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്. 1 മണിത്തൂക്കം നന്മ ചെയ്തിട്ടുണ്ടോ അത് അല്ലാഹുവിന്റെ അടുക്കൽ കാണും, 1 മണിത്തൂക്കം തെറ്റ് ചെയ്തിട്ടുണ്ടോ അതും അല്ലാഹുവിന്റെ റിക്കാർഡിലുണ്ടാകും. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ആയത്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് കരഞ്ഞു. സുബ്ഹാനല്ലാഹ്. കരഞ്ഞിട്ട് ഒരേ ഇരുത്തം.
പള്ളിയിലെ മല്ലാക്ക വാതിലടച്ച് അയാള് വീട്ടിൽ പോയി രാത്രി ഉറങ്ങി സുബൈ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങൾ ഇശാ നിസ്കരിക്കാൻ വേണ്ടി ഇരുന്ന് അതേ ഇരുത്തമിരിക്കുകയാണ്. വാതിലങ്ങ് തുറന്നു മല്ലാക്ക. അപ്പൊ അബൂ ഹനീഫ തങ്ങൾ തിരിഞ്ഞു നോക്കി. ആ വാതിൽ അടക്കാൻ സമയമായോ എന്ന് ചോദിച്ചു. അപ്പോഴാ മല്ലാക്കവൻ അല്ല മഹാനവറുകളെ, വാതിലൊക്കെ അടച്ചു, ഞാൻ വീട്ടിൽ പോയി ഉറങ്ങി സുബൈക്ക് വാങ്ങി വിളിക്കാൻ വന്നതാണ്. അല്ലാ, മല്ലാക്ക പറയുന്നു. അപ്പോഴാണ് സുബഹിയായ വിവരം ആരറിയുന്നത്? ഇമാം അബൂ ഹനീഫ തങ്ങൾ ഇശാ നിസ്കരിച്ചിട്ട് ഒരേ ഇരുത്തം അങ്ങോട്ട് ഇരുന്നിട്ട് നിന്റെ മശ്ശറാമുറ്റത്ത് ഒരുമിച്ച് കൂട്ടുമ്പോ നന്മ ചെയ്തെങ്കിലല്ലേ ഉണ്ടാകൂ, തിന്മ ചെയ്താലും ഉണ്ടാകുമല്ലോ. എന്റത് നന്മയാണോ തിന്മയാണോ? വീണ്ടും ഓതി കരഞ്ഞു. ഈ ആയത്തിങ്ങനെ ഓതിയിട്ട് കരഞ്ഞ് 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 അബൂ ഹനീഫ തങ്ങളെ പള്ളിയിലെ മല്ലാക്ക പറയുന്നു, ബഹുമാനപ്പെട്ടവർ മുസല്ലയിൽ ഇങ്ങോട്ട് എഴുന്നേറ്റപ്പോൾ തുണിയാകെ നനഞ്ഞിരിക്കുന്നു, കുപ്പായമാകെ നനഞ്ഞിരിക്കുന്നു, മുസല്ല ഇങ്ങനെ വെള്ളത്തിൽ നനഞ്ഞു കിടക്കുന്നു. ബഹുമാനപ്പെട്ടവരെ അബൂ ഹനീഫ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് കരയുകയാണ്. കണ്ണുനീര് കൊണ്ട് കഴുകിയിട്ടല്ലാതെ ഈമാൻ വർദ്ധിക്കാൻ മറ്റു മാർഗം കഴിയും. ഹൃദയശുദ്ധി വരുത്താൻ, നമ്മുടെ ഹൃദയത്തിന്റെ കറ കളയാൻ അള്ളാഹു വെച്ച് തന്നിരിക്കുന്ന മരുന്നാണ് നമ്മുടെ കണ്ണുനീർ. ആ കണ്ണുനീര് കൊണ്ട് കൽബ് കഴുകാൻ അള്ളാഹു നിശ്ചയിച്ച പ്രധാന ദിവസങ്ങളിൽ ഒന്ന് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ഇന്നത്തെ രാത്രിയാണ്. ഇന്ന് നാം കണ്ണുനീര് കൊണ്ട് കൽബ് കഴുകുക. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ മുതൽക്ക് ജീവിതത്തിനൊരു മാറ്റം. ആ മാറ്റം എന്താണ്? നിസ്കരിക്കുന്നവൻ ജമാഅത്തായി നിസ്കരിക്കുക. ജമാഅത്ത് നിസ്കരിക്കുന്നവൻ ഒന്നാമത്തെ സ്വപ്പ് കിട്ടാൻ മത്സരിക്കുക. ഒന്നാമത്തെ സ്വപ്പിൽ നിൽക്കുന്നവൻ വലഭാഗം കിട്ടാൻ മത്സരിക്കുക. അങ്ങനെ 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 പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നന്മയുടെ വാതിലുകളിലേക്ക് നമുക്ക് സാധാരണ ചോറ്, അതിന്റെ നെയ്ച്ചോറ്, ബിരിയാണി, അങ്ങനെ നമുക്ക് ഓരോ ഭക്ഷണത്തിലേക്ക് രുചി കൂടിക്കൂടി വരുന്നത് പോലെ നമുക്ക് ഇബാദത്തിലേക്ക് രുചി കൂടി വരണം. രുചി കൂടി വരുമ്പോൾ നമുക്കതിനോട് താല്പര്യം വർദ്ധിക്കും. അതാണ് ഈമാനിന്റെ ലക്ഷണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവായ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമുക്കൊക്കെ സിറാത്തുൽ മുസ്തഖീമിൽ ഒരുമിച്ച് കൂടണ്ടേ? നമുക്ക് മഹാന്മാർക്കൊപ്പം ഒരുമിച്ച് കൂടണ്ടേ? അതുകൊണ്ട് വഹാബിസം, മൗദൂദിസം, ഖാദിയാനിസം തുടങ്ങിയ പല ഇസങ്ങളും അതുപോലെ മറ്റു പലതും നമ്മുടെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുമ്പോൾ വിശ്വാസം പഴച്ചു പോകാം, ഈമാൻ തെറ്റിപ്പോകാം, അബദ്ധത്തിൽ നമ്മൾ പല തെറ്റുകളിലേക്കും വഴുതിപ്പോകാതെ റബ്ബിനോട് കാവൽ തേടുക. റബ്ബേ, ഇന്ന് മുതൽക്ക് അടുത്ത ഒരു കൊല്ലം രോഗം തരല്ലേ, ആപത്ത് തരല്ലേ, മുസീബത്ത് തരല്ലേ, കടം കൊണ്ട് കുടുങ്ങിയവനാക്കല്ലേ, കുടുംബകലഹം തരല്ലേ എന്നിങ്ങനെ റബ്ബിനോട് ഓരോന്നോരോന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. അല്ലാഹു തആല തരാൻ തയ്യാറായി നിൽക്കുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഒറ്റ കാര്യവും കൂടി പറയട്ടെ. ഒരു കൊച്ചുകുട്ടി, LKG ക്ലാസ്സിൽ ചേർത്ത കുട്ടി, അവന്റെ അടുക്കൽ എന്തെങ്കിലും ഒരു തെറ്റു പറ്റിയാൽ ആ കുട്ടി ഉമ്മയെ കാണുമ്പോഴേ പൊട്ടി ഏങ്ങി ഏങ്ങി കരഞ്ഞുകൊണ്ടാണ് ഉമ്മയുടെ അടുക്കലേക്ക് വരുന്നത്. അവൻ ഉമ്മയെ കെട്ടിപ്പിടിച്ച് ഏങ്ങി ഏങ്ങി കരയുകയാണ്. ആ കൊച്ചുകുട്ടി അവന്റെ അടുക്കൽ തെറ്റ് പറ്റിയാൽ പോലും അവൻ ഉമ്മയോട് കരയുകയാണ്. ആ കരയുന്ന കുട്ടിയുടെ കണ്ണുനീര് കണ്ടുകൊണ്ട് നിൽക്കാൻ ഒരു ഉമ്മാക്ക്, നൊന്ത് പ്രസവിച്ചിരിക്കുന്ന ഒരു ഉമ്മാക്ക് സാധ്യമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നതുപോലെ റബ്ബാവുന്ന കഴിവിന് മുമ്പിൽ നമ്മളൊക്കെ കൊച്ചു കുട്ടികളാണ്. നമ്മുടെ പാകപ്പിഴവുകളും തെറ്റുകളും കുറ്റങ്ങളും റബ്ബിന്റെ മുമ്പിൽ എണ്ണിപ്പറയുക, റബ്ബിന്റെ മുമ്പിൽ ഏങ്ങി ഏങ്ങി കരയുക. അപ്പോ അല്ലാഹു തആല നമ്മളെ കൈയൊഴിക്കൂല എന്നത്
വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് റബ്ബിന് മുമ്പിൽ ചോദിക്കാം, അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. ദിവസങ്ങളായി ഇവിടെ നടക്കുന്ന വഅദ് പരമ്പര ഇന്ന് സമാപിക്കുന്നു. നാളെ ഖത്മുൽ ഖുർആൻ ദുആ നടക്കുന്നു. മറ്റന്നാൾ ബഹുമാനപ്പെട്ട AP ഉസ്താദ് അടക്കമുള്ള മഹാന്മാർ വരുന്നു. എല്ലാം അല്ലാഹു തആല റാഹത്തിലാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, പൊന്നാനിയിലെ ജുമഅത്ത് പള്ളി കമ്മിറ്റിയും ഈ ആണ്ട് നേർച്ച കമ്മിറ്റിയും അവർക്കൊക്കെ അല്ലാഹു ഖൈറ് നൽകുമാറാവട്ടെ. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് നൽകുമാറാവട്ടെ. ഈ പള്ളിയിൽ പണ്ട് കാലത്ത് ചരിത്രത്തിൽ കാണുന്ന ദർസ്, അത് വളരെ വിപുലമായ ദർസാണ്. ആ ദർസിന്റെ സ്മരണ കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും അത് അസ്തമിക്കാതെ ഇത്രയും മുതഅല്ലിമീങ്ങളും മുദർരിസും ഒക്കെ ഇവിടെ കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം. ഇതിനുവേണ്ടി സഹായിക്കുന്ന, സഹകരിക്കുന്ന, ഭക്ഷണം കൊടുക്കുന്ന, നിലനിർത്തുന്ന എല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാഹ്. മുദർരിസിനും ഇമാമിനും മുതഅല്ലിമീങ്ങൾക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഈ സഭയിൽ കൂടിയ ആലിമീങ്ങൾ, നീ ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്മാർ, അവരെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ മക്കളെ നന്നാക്കണേ റഹ്മാനെ. ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങളെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട AP ഉസ്താദ് അടക്കം എല്ലാവരും ഇവിടെ വരാനുണ്ട്. അവരൊക്കെ പറയും. നിങ്ങളൊക്കെ ധാരാളം അത് കേട്ടതുമാണ്. മഖ്ദൂം തങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ ഇവിടെ മറവിട്ട് കിടക്കുന്ന ധാരാളം മഹാന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ അവരൊക്കെ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും സംഭവിക്കാതെ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവരാണ്. അവർ ജീവിച്ച ഈ നാട്ടിൽ നമ്മൾ ജീവിക്കുന്നു. അവര് പോകുന്ന സ്വർഗത്തിലേക്ക് 1000ാമത്തെ സ്വപ്പിൽ നിന്നുകൊണ്ട് നമുക്കും പോകണ്ടയോ മക്കളെ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കൊരൽപ്പം ദിക്ർ ചൊല്ലാം. എല്ലാവരും ഒരുമിച്ച് ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഒരുമിച്ച് ചൊല്ലാം. അപ്പൊ അല്ലാഹു തആല കൂടുതൽ അതിന് കബൂലിയത്തുണ്ട്. ഒരുമിച്ച് ഇങ്ങനെ ചൊല്ലുമ്പോൾ അതിനൊരു ബർക്കത്ത് വേറെയാണ്. കലിമത്ത് തൗഹീദിന്റെ ബർക്കത്തുണ്ട്. റബ്ബേ, അഞ്ചുപാനത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. പടച്ചവനെ വേശ്യാവൃത്തിയിൽ നിന്ന് കാക്കണേ അല്ലാഹ്. പടച്ചവനെ പലിശ മുതലിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അല്ലാഹ്, നിങ്ങൾക്ക് ഇബാദത്തിൽ രുചി നൽകണേ അല്ലാഹ്. ഇബാദത്തിൽ രുചി നൽകണേ അല്ലാഹ്. ഇബാദത്തിൽ രുചി നൽകണേ അല്ലാഹ്. അല്ലാഹ്, ക്യാൻസറിന്റെ അടിമകളാക്കണേ അല്ലാഹ്. അറ്റാക്കിൽ നിന്ന് കാക്കണേ അല്ലാഹ്. വാതരോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. രോഗികളാക്കി നിങ്ങളെ തളർത്തിക്കളയല്ലേ അല്ലാഹ്. برحمتك يا ارحم الراحمين. وعلى الرسول الشفيع المرتحي والحبيب العربي الصلاة على النبي والسلام على الرسول الشفيع المرتحي والحبيب العربي. സ്വലാത്തും നബി മദ്ഹും ചേർന്നതാണ് മൗലിദ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നബിയുടെ പൊരുത്തത്തോടു കൂടെ അല്ലാതെ റസൂലുള്ളാഹി കൈ പിടിച്ച് സ്വർഗത്തിന്റെ വാതിൽക്കൽ കൊണ്ടുപോവുക. അപ്പൊ അല്ലാഹു തആല വാതിൽ തുറന്നു കൊടുക്കുക, നമ്മൾ അകത്തേക്കാണ് കിടക്കുക. അങ്ങനെ അല്ലാതെ ഒരു സ്വർഗം കിട്ടുമെന്ന് ഒരാളും അള്ളാഹുവിന്റെ സ്വർഗം കിട്ടൂല. അള്ളാഹിന്റെ സ്വർഗം കിട്ടണോ? ഹബീബ് നമ്മളെ കൈ പിടിച്ചിട്ട് അവിടെ കൊണ്ടയാക്കി. റസൂലുള്ള കൈ പിടിച്ചാണ് ചെന്നോ പിന്നെ വാതിൽ തുറക്കലെന്നെ. അള്ളാഹു ആ ഭാഗ്യം തരട്ടെ, ആ ഭാഗ്യം തരട്ടെ. അള്ളാഹു തആല നമ്മളോട് ഇങ്ങോട്ട് പറയാനുള്ളതൊക്കെ റസൂലുള്ളാഹിനെ ഏൽപ്പിച്ചു. ഞമ്മക്ക് തിരിച്ചു പറയാനുള്ളതൊക്കെ നമ്മളും റസൂലുള്ളാഹിനെ ഏൽപ്പിക്കാം. അതാണ് സിറാത്തുൽ മുസ്തഖീം. ആ സിറാത്തുൽ മുസ്തഖീമിൽ അള്ളാഹു നമ്മളെ ഉറപ്പിച്ചു നിർത്തുമാറാവണം.